അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവ് PV അൻവറിന് ED നോട്ടീസ്. കൊച്ചി ഓഫീസിൽ ബുധനാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ടാണ് നോട്ടീസ്. ഫിനാൻഷ്യൽ കോർപ്പറേഷൻ വായ്പാ തട്ടിപ്പിലാണ് ED അന്വേഷണം. വിപിൻ C. വിജയൻ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. വിപിൻ, ഇതിനു മുൻപും ഇതുപോലെ അൻവറിനെ ചോദ്യം ചെയ്തിരുന്നു. ഇതിപ്പോൾ പുതിയ ഒരു കേസാണോ ഇപ്പോൾ ഇദ്ദേഹത്തിനെതിരെ വന്നിട്ടുള്ളത്? ഫിനാൻഷ്യൽ കോർപ്പറേഷൻ വായ്പാ തട്ടിപ്പ് ഏത് രീതിയിലായിരുന്നു ഇത്? കൂടുതൽ വിവരങ്ങൾ പറയും. കൊച്ചിയിലെ ED ഓഫീസിൽ ഹാജരാകാനാണ് PV അൻവറിന് നോട്ടീസ് ED നൽകിയിരിക്കുന്നത്. ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ ഈ കേസ് അന്വേഷിക്കുന്നുണ്ട്. അതായത് ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്ന് വായ്പ എടുത്തു. 2016 മുതൽ PV അൻവർ MLA ആയിരുന്ന സമയത്ത് വായ്പ എടുത്തതിൽ ചില കൃത്രിമം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് EDയുടെ ഒരു കണ്ടെത്തൽ. അതിൽ ബിനാമിയുടെ പേരിൽ അതേപോലെ തന്നെ ഒരേ വസ്തു വെച്ച് തന്നെ കൂടുതൽ വായ്പ എടുത്തിരിക്കുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതേ തുടർന്ന് അതിന് കൃത്യമായിട്ടുള്ള തെളിവുണ്ട് എന്നുള്ളതും ED പറയുന്നു. ഈ ബിനാമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അത്തരത്തിലുള്ള കണക്ഷൻസിനെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള വിവരം ലഭിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് നോട്ടീസ് എന്നുള്ളതാണ് ED വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. 6 ഇടത്ത് ഇതേ ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ ഈ അനധികൃത സ്വത്ത് സമ്പാദനം, അതിൽ നിന്ന് പണം എടുത്ത് സ്വത്ത് സമ്പാദിച്ചു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ 6 ഇടത്ത് പരിശോധന ഇതിനും അകം തന്നെ നടത്തിയിരുന്നു. അതിന്റെ ബാക്കി ഒരു ഇനിയുള്ള കാര്യങ്ങൾ എന്നുള്ള നിലയ്ക്കാണ് ഇപ്പോൾ നോട്ടീസ് നൽകി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനുള്ള നടപടിയിലേക്ക് ED കടക്കുകയും ചെയ്തിരിക്കുന്നത്. സ്മിത, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.